ഖലീഫ കണ്ടു. ഖലീഫ കണ്ടു കഴിഞ്ഞ സമയത്ത് എൻ്റെ മനസ്സിൽ വന്ന ആദ്യത്തെ കാര്യം ഇതൊരു സമയം മെനക്കെടുത്തുന്ന ഡംബ് ഫ്ലിക്കാണ്. ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ സിനിമയും സിനിമ പ്രൊഡക്ഷനെയും സിനിമ സംവിധാനത്തെയും എല്ലാം എനിക്ക് അതൊരു എഫേർട്ടുള്ള പരിപാടിയാണെന്ന് അറിയാം. പക്ഷെ നമ്മൾ പ്രേക്ഷകരുടെ ഇൻ്റലക്റ്റിനെ ചോദ്യം ചെയ്യുന്ന അവരുടെ ആ ഒരു എന്താ പറയുക ഫെസ്റ്റീവ് മൂഡിലുള്ള ഒരു സമയത്ത് ഒരു ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പടം ഇറക്കി വിട്ടാൽ വിജയിക്കുമെന്ന് പറയുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഐഡിയ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ബിസിനസ് പ്രൊഡക്റ്റ് പോലെയാണ് തോന്നിയത്. സംഗതി എന്താ വെച്ചാൽ ഇതിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ ഒരു പ്ലാസ്റ്റിക് ഒരവസ്ഥയിലാണുള്ളത്. ഇതിലെ ക്യാരക്ടർ ആയാലും കഥയായാലും ക്യാരക്ടറിന് സംഭവിക്കുന്ന A to Z മാറ്റങ്ങളായാലും ഒന്നിനൊരു ലൈഫ് ഇല്ലാത്ത പോലെ തോന്നി. അല്ലെങ്കിൽ ഒരു സീക്വൻസ് വേറെ സീക്വൻസിലോട്ട് ഒരു എന്താ പറയുക, നമുക്ക് സ്വതവേ ഇത്തരത്തിലുള്ള ഒരു ഗ്യാങ്സ്റ്റർ അല്ലെങ്കിൽ ഒരു അണ്ടർ ഡോഗ് സൂപ്പർ ഡോഗ് ആയി മാറുന്ന അല്ലെങ്കിൽ ഒരു അവസ്ഥയിൽപ്പെട്ട് ഗ്യാങ്സ്റ്ററായി മാറുന്ന അല്ലെങ്കിൽ എന്താ പറയുക ഈ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആൾക്കാർക്കൊക്കെ സംഭവിക്കുന്ന മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് നമുക്ക് ചില സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഹൈ കിട്ടുന്നതാണ് ആ ഒരു ട്രാൻസിഷനൊക്കെ വരുന്ന സമയത്ത്. പക്ഷേ ഈ സിനിമയിൽ പ്രൊട്ടാഗോണിസ്റ്റ് ആയിട്ടുള്ള ആമിർ അലിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ആവുന്നില്ല. ലൈക്ക് ആ ഒരു കഥാപാത്രത്തിൻ്റെ ആ മാനസിക വ്യവഹാരങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാനോ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് സഞ്ചരിക്കാനോ നമുക്ക് പറ്റാത്ത തരത്തിലുള്ളൊരു എഴുത്താണ് സിനിമയ്ക്ക് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിൽ ആ ക്യാരക്ടറിൻ്റെ യങ്ങർ വേർഷന് പൃഥ്വിരാജ് തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കാണിക്കുന്ന സമയത്ത് ആ ഒരു ഏജ് റിലേറ്റഡ് ചേഞ്ചസ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് കുറച്ച് എവിഡൻ്റ് ആയിട്ട് വന്നതുപോലെ തോന്നി. പക്ഷെ അതൊന്നും ഒരു സിനിമയെ തള്ളി പറയാൻ ഉതകുന്ന കാര്യങ്ങളല്ല. പക്ഷേ സിനിമയുടെ ആകെ മൊത്തം പരിപാടി നോക്കുന്ന സമയത്ത് ഒട്ടും സാറ്റിസ്ഫൈ ആവാത്ത രീതിയിലാണ് ഈ ഓണത്തിന് അത്ര ഹൈപ്പിൽ വന്ന ഈ ഖലീഫ എന്ന് പറഞ്ഞ സിനിമ എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അങ്ങനെ ആലോചിച്ച് വരുമ്പോൾ എനിക്ക് ഇതിൽ തോന്നിയ പോസിറ്റീവ് വശം എന്ന് പറയുന്നത് മാമ്പറക്കൽ അഹമ്മദ് അലി നമ്മുടെ ലാലേട്ടന് അവതരിപ്പിച്ച ക്യാരക്ടർ അല്ലാതെ വേറൊരു ക്യാമിയോ കൂടെ ഉണ്ട്. അത് എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്ത്. ആ ക്യാമിയോ പക്ഷേ ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു സ്റ്റൈലും മാനറിസും ആ ക്യാരക്ടറിനെ അവതരിപ്പിച്ചിരിക്കുന്ന രീതിയും സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതിയും കണ്ടപ്പോൾ എനിക്ക് നമ്മൾ ആ അനിമലിലെ റൺബീറിൻ്റെ ഒരു ഓറ തോന്നി. ആ ക്യാരക്ടറിന് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ലൈക്ക് നമുക്ക് എന്താ പറയുക ഒരു സംഭവം ഉണ്ട് എന്ന് തോന്നുന്ന തരത്തിലുള്ള പരിപാടിയാണ് ആ ക്യാമിയോ പിടിച്ചിട്ടുള്ളത്. ആ ക്യാമിയോ ഒരു 2 മിനിറ്റിൽ താഴെ സമയമേ സ്ക്രീനിലുള്ളൂ. പക്ഷേ പൃഥ്വിരാജ് ഈ സിനിമയിൽ ഉടനീളം ബിൽഡ് ചെയ്യാൻ നോക്കിയ ആ സാധനം ആ ലാസ്റ്റ് 2 മിനിറ്റിലെ ആ അഡീഷണൽ ക്യാമിയോ വഴി അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. അത് ഞാൻ ആരാന്ന് പറയുന്നില്ല, അത് സിനിമയുടെ ക്ലൈമാക്സ് സീനിൽ ഒരു എന്താ പറയുക ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ എന്നുള്ള രീതിക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ ലാലേട്ടനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതി എനിക്ക് ഒട്ടും ബോധിച്ചില്ല. കാരണം ട്രെയിലറിൽ അദ്ദേഹത്തിൻ്റെ മുഖം കാണിക്കാതെ കൈയുടെ ഒരു ഷോട്ട് മാത്രം വെച്ചപ്പോൾ എന്തോ സംതിങ് ഹൈ ഒക്ടെയിൻ സാധനം വരാൻ പോകുന്നു എന്നുള്ള ഒരു തോട്ടിലാണ് ഞാനിരുന്നത്. പക്ഷേ സിനിമയിൽ വന്നപ്പോൾ പുള്ളിയുടെ ആ ഒരു വിഗ് ആൻഡ് ഫേഷ്യൽ അപ്പിയറൻസ് പ്ലസ് ആ ക്യാരക്ടറിൻ്റെ ഫീച്ചേഴ്സ് കൊടുത്തിരിക്കുന്നത് നല്ല കോമഡി പരിപാടിയായിട്ട് തോന്നി. കാരണം എന്താ വെച്ചാൽ അത് ലാലേട്ടനെ സൂട്ടാവുന്നില്ല. ലൈക്ക് അതൊരു ഫോഴ്സ്ഡ് ആയിട്ട് ചെയ്ത മേക്കപ്പ് പോലെയാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹം കാലങ്ങളായിട്ട് എക്സിറ്റ് ഔട്ട് ഓഫ് ജയിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു ഡോണാണ്. ഡോൺ തന്നെ പറയാം, അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ് ഈ പുള്ളിയുടെ നമ്മുടെ പൃഥ്വിരാജ് അവതരിപ്പിച്ച അമീർ അലിയുടെ മുത്തശ്ശനായിട്ട് വരുന്ന ക്യാരക്ടർ. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പുള്ളി എന്തൊക്കെയോ ചെയ്യാനും പറയാനും ഒരു മാസാനം നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. ഇങ്ങനെ എന്തോ വരാനുണ്ട്. പക്ഷെ ആ വരാനുണ്ട് എന്ന് വിചാരിച്ച സാധനം അഹമ്മദ് അലിന്ന് കിട്ടിയില്ല. പക്ഷേ ആ ഒരു അഡീഷണൽ ക്യാമിയോന്ന് ആ സാധനം കിട്ടി. പിന്നെ ക്യാമറ പരിപാടികളൊക്കെ നല്ലതായിരുന്നു. മ്യൂസിക് ഓക്കെ ആയിട്ട് തോന്നി. അതിൽ ഇടക്ക് ഇറക്കി വിട്ട മറ്റേ ഭ്രാന്തായാൽ എന്ത് സുഖം ആ പാട്ടൊക്കെ തൂക്കിയിട്ടുണ്ട്. ആ പാട്ട് തൂക്കിയിട്ട് അതിൻ്റെ അതേ ടോണിലുള്ള വേറൊരു പാട്ട് കുത്തി കയറ്റിയിട്ടുണ്ട്. അത് ഒരു ഓക്കേഷ് ഫീലാണ് തോന്നിയത്. ഒരു സെൻറ്റിമെൻ്റൽ സീനിൽ വർക്കൗട്ട് ചെയ്യാനായിരുന്നു തോന്നുന്നു ആ സോങ്. എനിക്ക് തോന്നുന്നു ആ സോങ് ഭ്രാന്തായാൽ എന്ത് സുഖം എന്ന് പറഞ്ഞ സോങ് തൂക്കിയത് നന്നായി. കാരണം അത് റിലീസിന് ശേഷം നല്ലോണം ട്രോള് കിട്ടാൻ ഉള്ള വകുപ്പുള്ള ഒരു സ്ഥലത്തായിരുന്നു ആ സോങ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നിരിക്കാമെന്ന് എനിക്ക് തോന്നി ഇത് കണ്ടപ്പോൾ. അതിനോട് സിമിലാരിറ്റി ഉള്ള പാട്ടാണ് രണ്ടാമത് അവർ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ മ്യൂസിക്കിൻ്റെ കാര്യത്തിലും ഷോക്കേഷ് ആയിരുന്നു. പിന്നെ BGMത്തിൻ്റെ കാര്യത്തിൽ വന്നപ്പോൾ എനിക്ക് കുറേ സീരീസിൽ കണ്ട ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലെയൊക്കെ തോന്നി. ഡാർക്കിലൊക്കെ ഏതൊക്കെയോ ഒരു പോർഷനിൽ നമുക്ക് ഫീലാക്കാൻ അങ്ങനത്തെ ഒരു പോർഷൻ ഫീൽ ആവാനുള്ളൊരു സാധ്യത ആ ഒരു BGMത്തിൻ്റെ ചില സമയത്തൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു.
പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ആ ഒരു വിഷയം എന്താ വെച്ചാൽ ഒരു സ്ട്രോങ് വില്ലനില്ല. സ്ട്രോങ് വില്ലൻ എന്ന് പറഞ്ഞാൽ ഒട്ടും സ്ട്രോങ് അല്ല. ഒരു പാർട്ടിക്കാരനും പുള്ളിയുടെ മക്കളും അവരുടെ ഒരു എന്താ പറയുക സീരിയൽ ലെവൽ ഇമോഷൻ കഥകളും അത് കുത്തിക്കയറ്റി ഇത്രയും പവർഫുള്ളായിട്ട് ഇയാൾ മാറേണ്ട ഒരു സാഹചര്യം ആ വില്ലന്മാർ സൃഷ്ടിക്കുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ തകരാറായിട്ട് എനിക്ക് തോന്നിയത്. ഇത് ഇപ്പം എന്തവർക്ക് മനസ്സിലാവാതെ ഇത്രയും ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആളുകളല്ലേ, ഇപ്പോൾ ജിനുവി അബ്രഹാം ആയാലും പൃഥ്വിരാജ് ആയാലും സകല പടങ്ങളുടെ സ്ക്രിപ്റ്റും കാര്യങ്ങളും എല്ലാം കേൾക്കുന്ന പൃഥ്വിരാജ് ഈ ഒരു പടത്തിൻ്റെ സ്ക്രിപ്റ്റ് കേട്ടില്ല എന്നൊക്കെയാണ് എനിക്ക് ഫീലായത്. കാരണം നമ്മൾ യൂഷ്വലി ഇങ്ങനെ ആലോചിക്കുമല്ലോ, വെറുതെ ഒരു കഥ കേൾക്കുമ്പോൾ ഇതിങ്ങനെ ഉണ്ടാവും, രസം ഉണ്ടാവും എന്ന് ആലോചിക്കുമ്പോൾ തന്നെ രസമില്ലാന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു കഥയാണ് എനിക്കിതായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ആ വില്ലൻ സ്ട്രോങ് അല്ല. വില്ലൻ എന്താണ് ചെയ്യുന്നത്, നമുക്ക് പൃഥ്വിരാജ് ഒരു ദുർബലനായിട്ടുള്ള ഒരു സംഘത്തോട് ഏറ്റുമുട്ടുന്ന പോലെ തോന്നും. പിന്നെ അതിൽ തന്നെ ആ വില്ലന്മാരിൽ ഒരു വില്ലൻ്റെ മകനുമായിട്ട് ഒരു ആദ്യത്തെ ഫൈറ്റിൽ പുള്ളിനെ കോമാളിയാക്കി വിടുന്നുണ്ട്. ഏത് ആ വില്ലനെ കോമഡി പീസാക്കി വിടുന്നുണ്ട്. നമ്മുടെ ടൊവിനോയുടെ സിനിമയിലൊക്കെ ഉണ്ടായിരുന്നു, ടൊവിനോ പോലീസായിട്ടുള്ള കൽക്കിയിലെ വില്ലനൊക്കെയാണ് തോന്നുന്നത്. അപ്പം ആ പുള്ളിനെ തന്നെ രണ്ടാമതും മൂന്നാമതും വീണ്ടും വില്ലനായി കൊണ്ടുവന്ന അതേ സംഗതി റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നത് എന്ത് തരം എൻ്റർടൈൻമെൻ്റ് ആണ് പ്രേക്ഷകർക്ക് കൊടുക്കുക എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. അതൊക്കെ ഒരു ബേസിക്കായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവില്ല ഇത് ഇന്നത്തെ കാലത്ത് ഇമാതിരി പരിപാടി വർക്കാവില്ല എന്നുള്ളത്. ശരിക്കും നല്ലൊരു അന്തരീക്ഷത്തിലുള്ളൊരു കഥയായിരുന്നു ഈ ഗോൾഡ് സ്മഗ്ലിങ്ങും. ഫോഴ്സ്ഡ് ആയിട്ട് സ്മഗ്ലിങ്ങിലോട്ട് ഇറങ്ങേണ്ടി വരുന്ന ഒരു ഗതികേടിൽ നിൽക്കുന്ന ഒരു നായകൻ പതിയെ ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പ്രൊഫഷൻ എത്തി. പിന്നെ അയാളുടെ ഇമോഷണൽ ബാഗേജസ് അയാളെ വേട്ടയാടുന്നു, അയാൾക്ക് തിരിച്ചു വരേണ്ട അങ്ങനെ ഒരു സാധനമുണ്ട്. പക്ഷെ അത് വർക്കൗട്ട് ചെയ്ത് വന്ന രീതി പഴഞ്ചൻ പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയിട്ട് കാണാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിലുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി മാത്രം പോയി നോക്കാം. പിന്നെ സൗബിനൊക്കെ ഉണ്ട്. സൗബിന് ഒരു ഷോർട്ട് ലക്ഷം സൗബിൻ ഇങ്ങനെ തലയാട്ടുന്നുണ്ട്, പിന്നെ ഇങ്ങനെ ആക്കുന്നുണ്ട്, എന്നിട്ട് ലാലേട്ടൻ്റെ ചെവി പോയിട്ട് എന്തോ പറയുന്നുണ്ട്. സൗബിനൊക്കെ അവിടെ എന്തിനാണോ പോയി അഭിനയിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും നിങ്ങളൊന്ന് പോയി കണ്ട് നോക്കൂ. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണോ അതോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ലല്ലോ. നിങ്ങളുടെ കണ്ടതിന് ശേഷമുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.